السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് നബി എന്നും ആരാണ് റസൂൽ എന്നും പഠിച്ചു. നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാബുൻ നുബുവാത്താണ്, അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ റിസാലത്തുമായി ബന്ധം മുർസൽ ആരാണെന്നും നബി ആരാണെന്നും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരാളുടെ റിസാലത്ത്, അതായത് അദ്ദേഹം മുർസലാണെന്ന വാദം, അത് സ്ഥിരപ്പെടുത്താനുള്ള മാർഗം എന്താണ്. ഒരാൾ റസൂലാണെന്ന് പറഞ്ഞ് വരുമ്പോൾ അയാൾ റസൂലാണ് എന്നുള്ള ആ വ്യക്തിയുടെ വാദത്തെ നമുക്ക് അംഗീകരിക്കാനുള്ള മാർഗം അതെങ്ങനെയാണ്? അതിനുള്ള മാർഗമാണ് മുഅ്ജിസത്ത്. നമുക്കറിയാം, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ അമാനുഷികമായ സംഭവങ്ങൾ, ഒരു വ്യക്തിയിലൂടെ പ്രകടമാകുന്ന അസാധാരണമായ അമാനുഷികമായ സംഭവങ്ങൾക്കാണ് എന്തെന്ന് പറയുക? മുഅ്ജിസത്ത് എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ, മുഹമ്മദ് എന്നൊരു വ്യക്തി, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വ്യക്തി ഞാൻ പ്രവാചകനാണെന്ന വാദവുമായിട്ട് സമൂഹത്തിലേക്ക് വന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തോട് പല വെല്ലുവിളികളും നടത്തി. അമാനുഷിക ചന്ദ്രനെ പിളർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ പല വെല്ലുവിളികളും എന്ത് ചെയ്തു? സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. ആ സമയത്ത് ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് അമാനുഷികമായ സംഭവങ്ങൾ, ഉദാഹരണം ചന്ദ്രനെ പിളർത്തൽ പോലെ അമാനുഷികമായ അസാധാരണമായ പതിവിന് വിപരീതമായ കാര്യങ്ങൾ ഉണ്ടാവുക. ഈ കാര്യങ്ങൾക്കാണ് എന്തെന്ന് പറയുക? മുഅ്ജിസത്ത് എന്ന് പറയുക. അപ്പം ഒരു വ്യക്തിയുടെ റിസാലത്ത് സ്ഥിരപ്പെടുത്താനുള്ള മാർഗം, അതിനുള്ള തെളിവാണെന്ത്? അദ്ദേഹത്തിലൂടെ ഇത്തരം അമാനുഷികമായ സംഭവങ്ങൾ പിറവികൊള്ളുക എന്നത്. അതെങ്ങനെയാണ് ഇതിന് തെളിവാകുന്നത്? കാരണം നമുക്കറിയാം, നമ്മളോടൊരാളൊരു വാദവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. നേരത്തെ പറഞ്ഞ പോലെ, ഉദാഹരണത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നബിയാണ്, ഞാൻ മുർസലാണ്, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനാണെന്ന വാദവുമായി രംഗത്ത് വന്നു. ആ സമയത്ത് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു. അമാനുഷികമായ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യപ്രകാരം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ ഘടന, ലോകത്തുള്ള വ്യവസ്ഥാപിതമായ രീതി അനുസരിച്ച് നമ്മൾ ഒരാളോടൊരു കാര്യം ചെയ്യാൻ വേണ്ടി വാദിക്കുകയും അത് അയാൾ ചെയ്യുകയും ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അയാൾ എന്ത് ചെയ്യും? അംഗീകരിക്കും. കാരണം ആ സമയത്ത് ഇയാൾ പറയുന്ന സത്യമാണ്. തെളിവെന്താ? നമ്മൾ പറഞ്ഞ കാര്യം മൂപ്പർ ചെയ്തിട്ടുണ്ടല്ലോ. സാധാരണ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം അദ്ദേഹം നമ്മൾ ആവശ്യപ്പെട്ട ചന്ദ്രനെ പിളർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചെയ്തു. അപ്പോൾ ഈ പ്രവർത്തനം ഉണ്ടാകുന്ന, നമ്മുടെ ആവശ്യമനുസരിച്ച് ഈ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ, ആ പ്രവർത്തനം അവിടെ പ്രകടമാകുമ്പോൾ അള്ളാഹു നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? അതിനോടൊരു വിശ്വാസം നമുക്ക് ഇട്ടുതരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹം പറയുന്ന കാര്യം എന്താകുന്നു? സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇതാണ് മുഅ്ജിസത്ത്. നമുക്കറിയാം, നമ്മുടെ ഈമാൻ പൂർണ്ണമാകണം. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അൽ ഈമാനു ബിർ റസൂൽ അൽ ഈമാനു ബിൽ അംബിയ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ, അവരിൽ ഉണ്ടാവുന്ന മുസ്തഹാലായ മുഹാലായ കാര്യങ്ങൾ, അവരുടെ ഹക്കിൽ ഉണ്ടാകൽ ജായിസായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അമ്പിയാക്കൾക്ക് ഉണ്ടാകൽ നിർബന്ധമായ സിഫത്തുകളാണ് പഠിക്കുന്നത്. അതിൽ നിന്ന് ഒന്നാമത്തത് സിദ്ഖ്, സത്യം പറയണം. സത്യസന്ധത അമ്പിയാക്കളിൽ ഉണ്ടാകൽ നിർബന്ധമായൊരു വിശേഷണമാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണെന്ത്? കദിബ്, കളവ്. അതുണ്ടാകാനും പാടില്ല. അപ്പോൾ ഉണ്ടാകൽ മുഹാലായ ഒരു സിഫത്താണ്. കദിബ് ഉണ്ടാകൽ നിർബന്ധമായൊരു സിഫത്താണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം എന്ന് പറഞ്ഞാൽ എന്താ? മുതാബഖത്തുൽ ഖബരി ലിമാ ഫിൽ വാഖിഇ. നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഖബർ, ഒരു വാർത്ത, ഒരു വിവരം, അത് യോജിക്കുക. ലിമാ ഫിൽ വാഖിഇ, റിയാലിറ്റിയോട്, യാഥാർത്ഥ്യത്തോട് യോജിക്കുക. നമ്മൾ പറയുന്ന കാര്യവും യാഥാർത്ഥ്യവും ഒന്നാവുക. അതാണ് സത്യം എന്ന് പറഞ്ഞാൽ. ഉദാഹരണമാണ് അതുപോലെ അള്ളാഹു ഒരുവനാണ് എന്ന് പറയാം, അമ്പിയാക്കൾ പറയുന്ന വാക്കാണ്. അപ്പോൾ അള്ളാഹു ഒരുവനാണെന്നുള്ള വാക്ക് സത്യമാണ്. കാരണം ലോകത്തിൻ്റെ
ലോകത്തിലുള്ള റിയാലിറ്റിയോട് യോജിക്കുന്നുണ്ട്. കാരണം ഇലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റൊരു വ്യക്തിയെയും ആശ്രയിക്കാതെ എല്ലാവരും തന്നിലേക്ക് ആശ്രയിക്കുന്ന സ്വതന്ത്രമായൊരു ശക്തിക്കാണ് ദൈവമെന്ന് പറയാം. അങ്ങനത്തെ ശക്തികൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അവിടെ ഈഗോ പ്രശ്നങ്ങളുണ്ടാകും, ലോകമാകെ കുട്ടിച്ചോറാവും. അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ രണ്ട് ഇലാഹ് ഉണ്ടെങ്കിൽ ലോകത്താകെ ഫിത്നകളും ലോകത്താകെ പ്രയാസം. ഒരു ഇലാഹ് മഴ പെയ്യണമെന്ന് പറയുമ്പോൾ മറ്റേ ഇലാഹ് മഴ പെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് എന്ത് നടപ്പിലാകും? അപ്പം അങ്ങനെ ലോകത്ത് പ്രശ്നങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിലായി? ഒരു ഇലാഹ് ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അമ്പിയാക്കൾ പറയുന്ന കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. കാരണം അവർ പറയുന്ന ഇന്നല്ലാഹ വാഹിദുൻ എന്ന ഈ വാക്ക് എന്താകുന്നുണ്ട്? റിയാലിറ്റിയോട് യോജിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു വാഹിദാണെന്ന് എങ്ങനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് കഴിഞ്ഞ ഇലാഹിയാത്തിൻ്റെ ബാബിൽ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് മുസന്നിഫ് ഇവിടെ കൂടുതൽ വിശദീകരിക്കാത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സെമസ്റ്ററിൽ പഠിക്കാം. ഇനി ഈ കിതാബിൻ്റെ മുസന്നിഫ് തങ്ങളുടെ ഒരു ശൈലി എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അമ്പിയാക്കൾക്ക് നിർബന്ധമായ സിഫത്താണ് സിദ്ഖ്, സത്യസന്ധത എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് നിർബന്ധമായ സിഫത്താണ് എന്നതിൽ തെളിവെന്താ? ആ തെളിവ് രണ്ട് തെളിവുകളുണ്ടാവും. അഖലിയായ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകളുണ്ടാവും. രണ്ടാമത്തത് നഖലിയായ തെളിവുകൾ, ഖുർആനിലും സുന്നത്തിലും വന്ന ഉദ്ധരണികൾ. അപ്പോൾ മുസന്നിഫ് തങ്ങൾ ആദ്യം അഖലിയായിട്ട് പറയും, പിന്നെ നഖലിയായിട്ട് തെളിവ് ഉദ്ധരിക്കും. കാരണം നഖലിയായ തെളിവുകൾ മുസ്ലിങ്ങൾ അംഗീകരിക്കും, പക്ഷേ മറ്റു യുക്തിവാദികളൊന്നും ഖുർആനും സുന്നത്തും അംഗീകരിക്കില്ല. അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ബുദ്ധിപരമായിട്ട് തന്നെ ബോധ്യപ്പെടണം. അപ്പോൾ ആദ്യം മുസന്നിഫ് തങ്ങൾ എന്ത് ചെയ്യും? അഖലിയായ തെളിവ് ഉദ്ധരിക്കുകയും അത് കഴിഞ്ഞിട്ട് നഖലിയായ തെളിവ് പറയുകയും ചെയ്യും. അവർക്ക് നിർബന്ധമായ സിഫത്താണ് സിദ്ഖ്. അതിനുള്ള അഖലിയായ തെളിവെന്താണ്? അമ്പിയാക്കൾ നമുക്ക് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം കളവാണെന്ന് വന്നാൽ, അവർ പറയുന്ന വിഷയം ഏതെങ്കിലും കളവാണെന്ന് വന്നാൽ എന്ത് സംഭവിച്ചു? അള്ളാഹുവിൻ്റെ വാക്കിൽ കളവ് വന്നു എന്ന് വരും. അതെങ്ങനെ? കാരണം ഈ വ്യക്തിയിലൂടെ, മുർസലാണെന്ന് വാദിക്കുന്ന ഈ വ്യക്തിയിലൂടെ അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കി കൊടുക്കൽ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയിലൂടെ അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കി കൊടുക്കൽ കൊണ്ട് എന്ത് ബോധ്യപ്പെടുത്തി സമൂഹത്തെ? ഇദ്ദേഹം പറയുന്നത് സത്യമാണ്, അദ്ദേഹം മുർസലാണെന്ന് അള്ളാഹു അംഗീകരിച്ചു കൊടുത്തു. അപ്പോൾ അള്ളാഹു അംഗീകരിച്ചു കൊടുത്തതിന് ശേഷം ഈ വ്യക്തിയുടെ വാക്കിൽ വല്ല കളവും വന്നിക്കാണെങ്കിൽ അവിടെ എന്ത് പ്രശ്നം വരും? അള്ളാഹു പറഞ്ഞത് കളവാണെന്ന് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ ഇൽമിലും അള്ളാഹുവിൻ്റെ കലാമിലും ഒന്നും ഉണ്ടാവില്ല, കളവുണ്ടാവുകയില്ലല്ലോ. കാരണം അള്ളാഹുവിൻ്റെ ഇൽമ് കലാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൽമനുസരിച്ചാണ്. അള്ളാഹുവിൻ്റെ ഇൽമിൽ എന്തുണ്ടാവുകയുമില്ല, കളവുണ്ടാവുകയുമില്ല. ഒന്നും കൂടെ പറയാം. ഈ വ്യക്തി പറയുന്ന, ഒരു മുർസലായ ഒരു പ്രവാചകൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ കളവ് വന്നാൽ അവിടെ എന്ത് സംഭവിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കിൽ കളവ് വന്നു എന്ന് വരും. അള്ളാഹുവിൻ്റെ വാക്കെന്താകുന്നു? അള്ളാഹു ഈ വ്യക്തിയിലൂടെ അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കി കൊടുക്കൽ കൊണ്ട് എന്ത് ബോധ്യപ്പെടുത്തി? ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഈ ഒരു അള്ളാഹുവിൻ്റെ ഈ ഒരു മുഅ്ജിസത്ത് വെളിവാക്കൽ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ആ വ്യക്തി അംഗീകരിച്ചു. ഈ അംഗീകാരത്തിന് എന്ത് മനസ്സിലായി? അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇനി കളവ് വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇവിടെ കൊടുത്ത അംഗീകാരത്തിൽ അള്ളാഹുവിൻ്റെ വാക്കിൽ കളവ് സംഭവിച്ചെന്ന് പറയേണ്ടി വരും. അത് ഉണ്ടാവുകയും ഇല്ലല്ലോ. പിന്നെ നഖലിയായ തെളിവ് എന്താ? ഖുർആനിലൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സദഖല്ലാഹു വ റസൂലുഹു, അള്ളാഹും റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നഖലിയായ തെളിവുമാണ്. അപ്പോൾ ഇനി കിതാബിലേക്ക് നോക്കുക, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ത്വരീഖു സുബൂത്തി റിസാലത്തി, റിസാലത്ത് സ്ഥിരപ്പെടുത്താനുള്ള മാർഗം, വഴി. ഹിയ, ആ ത്വരീഖ് അൽ മുഅ്ജിസത്തു എന്താകുന്നു? അമാനുഷികമായ സിദ്ധികളാണ്. വഹിയ, ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ അമ്രുൻ, അതിന് താരീഫ് പറയാണ്. അമ്രുൻ ഒരു കാര്യമാണ്. ഖാരിഖുൽ ആദത്തി, പതിവിനെ പൊളിക്കുന്ന, ഖറക്കാരനെ പൊളിക്കുക, പതിവിന് വിപരീതമായ അസാധാരണമായ സംഭവമാണ് എന്നർത്ഥം. എങ്ങനത്തെ സംഭവം? ഖുസിദ ബിഹി, ആ അമ്ര കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഇൽഹാറു സിദ്ഖി മൻ, ഒരു വ്യക്തിയുടെ സത്യസന്ധത വെളിവാക്കൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനത്തെ വ്യക്തി? ഇദ്ദ അന്നുബൂവത്ത, ഇദ്ദ ആ വ്യക്തി വാദിച്ചിരിക്കുന്നു, അന്നുബൂവത്ത താൻ നബിയാണെന്ന് വാദിച്ചിരിക്കുന്നു. അപ്പോൾ താൻ നബിയാണെന്ന് വാദിച്ച ഒരു വ്യക്തിയുടെ സത്യസന്ധത വെളിവാക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടെ പ്രകടമാകുന്ന പതിവിന് വിപരീതമായ, പതിവിനെ പൊളിച്ചു കളയുന്ന അസാധാരണമായ സംഭവത്തിനേക്കാണ് എന്തെന്ന് പറയുക? മുഅ്ജിസത്ത് എന്ന് പറയുക.
എപ്പോൾ വെളിവാകുന്ന ഇൽഹാർ എപ്പോൾ അലാ ബിഫ്കിദ്ദായി പ്രേരണകൾക്ക് വിധേയമായിട്ട് പ്രേരണകൾ അനുസരിച്ച് ആവശ്യമുണ്ടാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രകടമാകുമ്പോൾ അതിന് വില ഉണ്ടാവില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യങ്ങൾ വരുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഏതുപോലെ കംഫിജാരിൽ മായി ബൈമിൻ ബൈനൽ അസാബിഅി വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വരിക. സാധാരണ മനുഷ്യന്മാരുടെ കൈയിൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വരുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് അസാധാരണമായ സംഭവമാണ്. അത് എപ്പോഴാണ് വന്നത്? ആവശ്യമുണ്ടായപ്പോൾ. സ്വഹാബത്ത് വെള്ളത്തിന് ഇടങ്ങാറായ സമയത്ത് റസൂലിൻ്റെ കയ്യിലൂടെ എന്ത് ചെയ്തു? വെള്ളം വന്നു. വഅദം ഇഹ്റാഖിന്നാരി തീയിലിട്ടപ്പോൾ കരിയാതിരിക്കുക. വഅദം ഇഹ്റാഖിന്നാർ തീ കരിക്കാതിരിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ തീ എന്തായാലും ഇബ്രാഹിം നബിയെ കരിച്ചില്ല. സാധാരണ പതിവനുസരിച്ച് തീ എന്ത് ചെയ്യും? തീൻ്റെ സ്വഭാവമാണ് കരിക്കുക എന്ന പ്രവൃത്തി. പക്ഷെ അതിവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്തായി? അസാധാരണ സംഭവമായി. അത് എപ്പോഴാണ് ഉണ്ടായത്? അത്തരമൊരു ആവശ്യം വന്നപ്പോൾ ആവശ്യഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഖാരിഖുലിലായത്തായ കാര്യത്തിനേക്കാണ് എന്തെന്ന് പറയുക? മുഅ്ജിസത്ത് എന്ന് പറയുക. വദാലിക അങ്ങനെയാണ് സുബൂത്ത് റിസാലത്ത് എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തൽ? ഈ മുഅ്ജിസത്ത് കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ റിസാലത്ത് സ്ഥിരപ്പെടുക? വദാലിക അത് അന്നഹ ആ മുഅ്ജിസത്ത് ബിമൻസിലത്തി സ്വരീഹി തസ്ദീഖിൽ ഖൗലി മിനല്ലാഹി തആല അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ വാക്കിൻ്റെ സ്ഥാനത്താണ്. അന്നഹ ആ മുഅ്ജിസത്ത് ബിമൻസിലത്തി ഒന്നിൻ്റെ സ്ഥാനത്താണ്. അന്നഹ ആ മുഅ്ജിസത്ത് ബിമൻസിലത്തി സ്വരീഹി തസ്ദീഖ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, സത്യമാക്കി വാസ്തവീകരിക്കുക. സ്വദ്ദഖ യുസദ്ദിഖു തസ്ദീഖ് സത്യമാണ് അംഗീകരിക്കുക. തസ്ദീഖിൽ ഖൗലി വാക്കാൽ സത്യമാക്കുന്നതിൻ്റെ വാക്കാൽ വളരെ വ്യക്തമായി സത്യമാണെന്ന് അംഗീകരിക്കലിൻ്റെ സ്ഥാനത്താണ് മുഅ്ജിസത്ത്. മിനല്ലാഹി തആല അള്ളാഹു നേരിട്ട് വന്ന് പറയുന്ന പോലെയാണ്. എന്തിനു വേണ്ടി? ലിമ ഒന്നിനക്ക് വേണ്ടി. ജറത്ത് ബിഹി ആ ഒന്നിനെ കൊണ്ട് സംഭവിച്ചിരിക്കുന്നു. അൽ ആദത്തു പതിവ്, ലോകത്തിൻ്റെ ഘടന അങ്ങനെയായിരിക്കുന്നു. എങ്ങനെ? മിൻ അന്നല്ലാഹു തആല അള്ളാഹു സുബ്ഹാനഹു വ തആല യഖ്ലുഖു അള്ളാഹു സൃഷ്ടിക്കും അഖിബഹ ആ മുഅ്ജിസത്തിൻ്റെ പ്രകടമായതിന് ഉടനെ അൽ ഇൽമുൽ ദറൂറിയ നിർബന്ധമായ അറിവിനെ അള്ളാഹു സൃഷ്ടിക്കും. ബിസിദ്ഖിൽ മുദ്ദഇ എന്തുകൊണ്ട്? ബിസിദ്ഖിൽ മുദ്ദഇ ഈ വാദം വാദിക്കുന്ന വ്യക്തി സത്യമാണെന്നൊരറിവ് ഇത് കാണുന്ന സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് അള്ളാഹു എന്ത് ചെയ്യും? അവരുടെ ഹൃദയത്തിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും. കാരണം ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വ്യക്തി എന്ത് ചെയ്തത്? അമാനുഷികമായ സംഭവങ്ങൾ പ്രകടമാക്കിയത്. അപ്പോൾ അത് പ്രകടമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിലെന്ത് ചെയ്യും? ഇദ്ദേഹം പറയുന്നത് സത്യമാണെന്നൊരു വിശ്വാസം ഉണ്ടാവും. വൈദ അലിംത്ത് നിനക്ക് മനസ്സിലായാൽ അന്ന ഈമാൻ ലായത്തിമോ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഇല്ലാ ബി മഅരിഫത്തി റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം അമ്പിയാക്കളെ കൊണ്ടുള്ള അറിവ് കൂടാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. വലാ യഹ്സുലുൽ ഈമാനു ബിഹിം അവരെ കൊണ്ടുള്ള അമ്പിയാക്കളെ കൊണ്ടുള്ള ഈമാൻ നമുക്ക് കരസ്ഥമാവുകയില്ല. ഇല്ലാ ബി മഅരിഫത്തി മാ യജിബു അവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കൽ കൊണ്ടല്ലാതെ. വമാ യസ്തഹീലു അവർക്ക് ഉണ്ടാവൽ അസംഭവ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കൽ കൊണ്ടല്ലാതെ. വമാ യജൂസു ഫി ഹഖ്ഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഹക്കിൽ ഉണ്ടാകൽ ജായിസായ കാര്യങ്ങൾ മനസ്സിലാക്കൽ കൊണ്ടല്ലാതെ. ഫനഖൂലു അപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങുകയാണ്. യജിബു അലൈഹിമുസ്സലാത്തു വസ്സലാം അമ്പിയാക്കളുടെ മേൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ. ഒന്ന് അസ്തിദ്ഖു സത്യസന്ധത. ഫി കുല്ലി മാ യുബല്ലിഗൂനഹു അവർ എത്തിച്ചു തരുന്ന മുഴുവൻ കാര്യങ്ങളിൽ എന്തുണ്ടാവണം? സത്യസന്ധതയുണ്ടാവണം. അനിൽ മൗല തബാറക വ തആല പരിശുദ്ധനായ അള്ളാഹുവിനെ തൊട്ട് അവർ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാവണം? സിദ്ഖ് ഉണ്ടാവണം. വയസ്തഹേലു അലൈഹിം അമ്പിയാക്കളുടെ മേൽ അസംഭവ്യമായിരിക്കുന്നു ലിദ്ദുഹു സിദ്ഖിൻ്റെ ഓപ്പോസിറ്റ്. വഹുവ ആ ലിദ് അൽ കദിബു ഫീ ശൈഇൻ മിൻ ദാലിക മേൽ പറഞ്ഞ മിൻ ദാലിക എന്ന് പറഞ്ഞാൽ മായുബല്ലിഗൂനഹു അവർ എത്തിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ കളവ് പറയൽ. ഓ സിദ്ഖിൻ്റെ താരീഫ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ അത് മുതാബഖത്തുൽ ഖബരി നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരു വാർത്ത യോജിക്കലാകുന്നു. ലിമാഫിൽ വാഖി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, റിയാലിറ്റിയിൽ ഉള്ള ഒന്നിനോട് യോജിക്കലാകുന്നു. വനഫ്സുൽ അമർ ഒരേ അർത്ഥം തന്നെ. വനഫ്സുൽ അമർ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം യാഥാർത്ഥ്യത്തോട് യോജിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറയാണ് സെയ്ദ് എന്ത് ചെയ്തു? വന്നിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ സെയ്ദ് വന്നിരിക്കുന്നു എന്നത് ഖബർ, അവളുള്ള വാക്ക് യാഥാർത്ഥ്യത്തിന് സെയ്ദ് വരിക എന്ന പ്രവൃത്തി. അപ്പോൾ വന്നിരിക്കുന്നു എന്നവൻ്റെ വാക്ക് സെയ്ദിൻ്റെ ആ വരിക എന്ന പ്രവൃത്തിയുമായിട്ട് എന്ത് ചെയ്യണം? യോജിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവൻ പറഞ്ഞ വാക്കെന്താണ്? സത്യമാണെന്ന് പറയാം.
ഏതുപോലെയൊക്കെ കൗലിയും അമ്പ്യാക്കളുടെ വാക്ക് പോലെ ഇന്നല്ലാഹ വാഹിദുൻ, അള്ളാഹു ഒരുവനാണ്, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹു അല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല എന്ന വാക്ക്. ഫഹും അമ്പ്യാക്കൾ എന്താകുന്നു? സ്വാദിഖൂന ഫീ ദാലിക, ഈ പറഞ്ഞ വാക്കിൽ അവരെന്താകുന്നു? സത്യസന്ധരാകുന്നു. എന്തുകൊണ്ട്? ലി അന്ന ഖബറഹും, കാരണം അവരുടെ അന്ന ഖബറഹും ഹാദ, അവരുടെ ഈ വാക്ക്, ഏത് വാക്ക്? അള്ളാഹു വാഹിദ് എന്നുള്ള വാക്ക് മുത്താബിഖുൽ ലിമാ ഫിൽ വാക്ക്, ലോകത്തുള്ള റിയാലിറ്റിയോട് എന്താകുന്നുണ്ട്? യോജിക്കുന്നുണ്ട്. വൽ കദിബു, കദിബിൻ്റെ താരീഫ്, കദിബ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അല്ലാ യകൂനുൽ ഖബറു, ഖബർ ആവാതിരിക്കലാകുന്നു. മുത്താബിഖുൽ ലിമാ ഫിൻ നഫ്സിൽ അംരി, യാഥാർത്ഥ്യത്തോട് യോജിക്കാതിരിക്കലാകുന്നു. വദ്ദലീലു അലാ വുജൂബി സിദ്ഖി അലൈഹിം, അമ്പ്യാക്കളുടെ മേൽ സിദ്ഖ് നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവാകുന്നത്. പിന്നെന്തിൻ്റെയും വസ്തിഹാനത്തിൽ കദിബി അലൈഹിം, അവരുടെ മേൽ കളവ് മുഹാലാണ്, അസംഭവമാണ് എന്നതിൻ്റെ തെളിവാകുന്ന അഖലൻ, ബുദ്ധിപരമായ തെളിവെന്താകുന്നു? ബുദ്ധിപരമായ തെളിവ് അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലൗ വഖഅ മിൻഹുമുൽ കദിബു, ഈ അമ്പിയാക്കളിൽ നിന്ന് കദിബ് സംഭവിച്ചാൽ, ഫീ ഷൈഇൻ മിമ്മാ ബല്ലഗഹു ലിന്നാസി, ജനങ്ങൾക്ക് അവരെത്തിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ അമ്പിയാക്കൾക്ക് കളവ് സംഭവിച്ചാൽ, ലസിമ, ലൗ അതിൻ്റെ ജവാബ് ലസിമ, നിർബന്ധമാകും. എന്ത് നിർബന്ധമാകും? അൻയക അൽ കദിബു, കളവ് സംഭവിക്കൽ നിർബന്ധമാകും. ഫി ഖബറിൽ മൗലാ തബാറക വ തആല, അള്ളാഹുവിൻ്റെ വാക്കിൽ കളവ് സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അള്ളാഹുവിൻ്റെ വാക്കിൽ കളവ് സംഭവിക്കുകയില്ലല്ലോ. എന്തുകൊണ്ട് പറയേണ്ടി വരും? ലി അന്നഹു, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അഷാറ, സൂചിപ്പിച്ചു, തസ്ദീഖ് റസൂലി, തൻ്റെ അമ്പിയാക്കൾ പറയുന്ന കാര്യമൊക്കെ സത്യമാണെന്നും അവരെ അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട് എന്നതിലേക്ക് സൂചിപ്പിച്ചു. എന്തുകൊണ്ട് സൂചിപ്പിച്ചു? അഷാറ ബി ഇൽഹാരിൽ മുഅ്ജിസത്തി, അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കൽ കൊണ്ട്, അലായദേഹി, ആ മുർസലീങ്ങൾ മുഖേന. അപ്പോൾ തൻ്റെ മുർസലീങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ, അവർക്ക് ആവശ്യം വന്നപ്പോൾ അവർ മുഖാന്തിരം അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കൽ കൊണ്ട് അള്ളാഹു എന്തിലേക്ക് സൂചിപ്പിച്ചു? ഈ മുർസലീങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ് എന്നതിലേക്ക് അള്ളാഹു എന്ത് ചെയ്തു? സൂചിപ്പിച്ചു. തസ്ദീഖുഹു, അള്ളാഹുവിൻ്റെ അംഗീകാരം, അള്ളാഹു അംഗീകരിക്കൽ, അള്ളാഹു സത്യമാണെന്ന് അംഗീകരിക്കൽ. ബിദാലിക്ക, എന്തുകൊണ്ട്? ബിദാലിക്ക ഇൽഹാറുൽ മുഅ്ജിസത്ത് കൊണ്ട്, അങ്ങനെ അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കൽ കൊണ്ട് അള്ളാഹു അവരാവശ്യപ്പെട്ടപ്പോൾ വെളിവാക്കി കൊടുത്തു എന്ന ഈ തസ്ദീഖ് ആകുന്നത് മുനസ്സലുൻ, അത് ഇറക്കപ്പെട്ടതാകുന്നു. എന്തിൻ്റെ സ്ഥാനത്ത്? മൻസിലത്ത് തസ്ദീഖിഹി, അള്ളാഹുവിൻ്റെ അംഗീകാരത്തിൻ്റെ സ്ഥാനത്ത്. ബിൽ കലാമി സ്വരിഹി, അള്ളാഹു വ്യക്തമായി ഇറങ്ങി വന്ന് പറഞ്ഞ പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ, തൻ്റെ ഒരു മുർസല എന്ന് വാദിക്കുന്ന ഒരു വ്യക്തി ഒരു അമാനുഷികമായ സംഭവം ഉണ്ടാവണമെന്ന് സമൂഹം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹു അത് വെളിവാക്കി കൊടുക്കൽ കൊണ്ട് ഈ വ്യക്തി അംഗീകരിച്ചു എന്ന് പറഞ്ഞ ഏതുപോലെയായി? ഈ അടിമ പറയുന്നത് സത്യമാണെന്ന് അള്ളാഹു വാക്കാൽ പറഞ്ഞ പോലെയായി. വദാലിക്കോ തസ്ദീഖുഹു, അള്ളാഹുവിൻ്റെ അംഗീകാരം, ബിദാലിക്ക ഇൽഹാറുൽ മുഅ്ജിസ കൊണ്ട് അള്ളാഹു അംഗീകരിക്കലാകുന്നത് മുനസ്സലുൻ, അത് ഇറക്കപ്പെട്ടതാകുന്നു. എന്തിൻ്റെ സ്ഥാനത്ത്? മൻസിലത്ത് തസ്ദീഖിഹി, അള്ളാഹുവിൻ്റെ അംഗീകാരത്തിൻ്റെ സ്ഥാനത്ത്. എന്തുകൊണ്ട് അംഗീകാരം? ബിൽ കലാമി, അള്ളാഹുവിൻ്റെ വാക്കാലുള്ള അംഗീകാരത്തിൻ്റെ സ്ഥാനത്താകുന്നു മേൽ പറഞ്ഞ ഇൽഹാറുൽ മുഅ്ജിസ കൊണ്ട് അംഗീകരിക്കൽ. അപ്പോൾ ഇൽഹാറുൽ മുഅ്ജിസത്തി, അപ്പോൾ ഈ അമാനുഷികമായ സംഭവങ്ങൾ വെളിവാകലാകുന്നത് മുനസ്സലുൻ മൻസിലത്ത ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ സ്ഥാനത്താകുന്നു. ഏത് വാക്കിൻ്റെ സ്ഥാനത്ത്? സ്വദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞ കാര്യം സത്യമായിരിക്കുന്നു. ഫീ കുല്ലി മാ യുബല്ലിഗു അന്നി, എന്നെ തൊട്ട് ഈ അടിമ എത്തിച്ചു തരുന്ന മുഴുവൻ കാര്യങ്ങളും ഈ അടിമ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ സത്യമാണ് എന്ന് അള്ളാഹു വാക്കാൽ പറഞ്ഞതിൻ്റെ സ്ഥാനത്താകുന്നു. ഏത്? ആ അടിമ മുഖാന്തിരം അള്ളാഹു അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കുക എന്ന് പറഞ്ഞാൽ. ലാ ഫർഖ് ബൈനഹുമ അസ്ല, അള്ളാഹുവിൻ്റെ ഈ വാക്കൽ അംഗീകാരത്തിൻ്റെയും അള്ളാഹു ഈ ഇൽഹാറുൽ മുഅ്ജിസ കൊണ്ട് അംഗീകരിക്കലിൻ്റെയും ഇടയിൽ ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒരുപോലെയാണ് എന്നർത്ഥം. അപ്പോൾ ഇനി ഫലു കദിബർ റസൂലു, ഒരു മുർസലീങ്ങൾ അങ്ങനെ കളവ് പറയുകയാണെങ്കിൽ ലക്കാനൽ മൗലാ തആല, അള്ളാഹു ആകും കാദിബൻ, കളവ് പറഞ്ഞവനാകും. ഫി തസ്ദീഖിഹി, അള്ളാഹുവിൻ്റെ അംഗീകാരത്തിൽ കളവ് പറഞ്ഞവനാകും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരാളെക്കുറിച്ച് പറയാണ്, സെയ്ദ് സത്യസന്ധനാണ്, സെയ്ദ് സത്യം മാത്രമേ പറയൂ എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം സെയ്ദ് കളവ് പറയുകയാണെങ്കിൽ എൻ്റെ ഈ വാക്ക് എന്തായി മാറും? കളവായിട്ട് മാറും. അപ്പോൾ അള്ളാഹു പറഞ്ഞു ഈ മുർസലീങ്ങൾ ചെയ്തൊക്കെ സത്യമാണെന്ന് പറഞ്ഞു. എങ്ങനെ വ്യക്തമാക്കി? എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എങ്ങനെ പറഞ്ഞു? അള്ളാഹു ആ വ്യക്തി മുഖേന അമാനുഷികമായ സംഭവങ്ങൾ വെളിവാക്കി കൊടുക്കൽ കൊണ്ട് അള്ളാഹു അംഗീകരിച്ചു, അല്ലേ? ഇനി ആ വ്യക്തി വല്ല കളവും പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ അംഗീകാരം എന്താണെന്ന് വന്നു? കളവാണെന്ന് വന്നു. ഫലോ കദബർ റസൂലുള്ളാഹി കാനൽ മൗലാ തആല കാദിബൻ ഫി തസ്ദീഖിഹി വലാ ശക്ക, ഒരു സംശയവുമില്ലല്ലോ, അന്നൽ കദിബ, കളവ് എന്ന് പറഞ്ഞാൽ മുസ്തഹിലൻ ഫി ഹഖ്ഹി, അള്ളാഹുവിൻ്റെ ഹക്കിൽ എന്താകുന്നു?
അസംഭവമായ കാര്യമാകുന്നു. എന്തുകൊണ്ട്? അന്ന ഖബറോ, കാരണം അള്ളാഹുവിൻ്റെ വാക്ക് അലാ വിഫ്ഖ ഇൽമിഹി, അള്ളാഹുവിൻ്റെ ഇൽമ അനുസരിച്ചാണ്. വ ഇൽമുഹു, അള്ളാഹുവിൻ്റെ ഇൽമ് ലാ യഹ്തമിലു, അത് വഹിക്കുകയില്ല, അതിന് സംഭവിക്കുകയില്ല. അൻ നഖീല, ഓപ്പോസിറ്റ്. അള്ളാഹു ഒരു കാര്യം തെറ്റായി മനസ്സിലാക്കാറുണ്ടാവുമോ? അള്ളാഹു ഇയാൾ സത്യം പറഞ്ഞ് മനസ്സിലാക്കിയാണെങ്കിൽ അതിനെതിരായിട്ടുണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇൽമു എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഇൽമാണ്. വ ഇൽമുഹു, അള്ളാഹുവിൻ്റെ ഇൽമ് ലാ യഹ്തമിലു നഖീല, അത് നഖീലിനെ, അത് വൈരുദ്ധ്യത്തെ എന്താവുകയില്ല, ചുമക്കുകയില്ല, വൈരുദ്ധ്യം അതിൽ ഉണ്ടാവുകയില്ല എന്നർത്ഥം. അവൻ പറഞ്ഞു അള്ളാഹിൻ്റെ ഖബർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇൽമനുസരിച്ചാണ്, അള്ളാഹുവിൻ്റെ കലാം അള്ളാഹിൻ്റെ ഇൽമനുസരിച്ചാണ്. ആ ഇൽമാണെങ്കിൽ ആ ഇൽമിൽ തനാഖുൽ, വൈരുദ്ധ്യം ഉണ്ടാവുകയുമില്ല. ഫകദാലിക, അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ പോലെ തന്നെയാകുന്നു അൽ കലാമു താബിഉ, ആ ഇൽമിനെ തുടർന്നുണ്ടാകുന്ന സംസാരവും അതുപോലെ തന്നെയാകുന്നു. നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുക, നമ്മുടെ മനസ്സിൽ മാരിഫത്തുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖബർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇൽമനുസരിച്ചാണ്. അപ്പോൾ ആ ഇൽമിനെ തുടർന്നുണ്ടാകുന്ന കലാമ് അതുപോലെ തന്നെയാകും. ഫലസിമ, അപ്പോൾ നിർബന്ധമായി അയ്യക്കൂനൽ കദിബു ഫി ഹഖിഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അമ്പിയാക്കളുടെ ഹക്കിൽ കദിബുണ്ടാവൽ എന്തായി? മുസ്തഹിലൻ, അത് അസംഭവമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം അവരുടെ ഹക്കിൽ കളവുണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വാക്കിൽ കളവ് സംഭവിച്ചെന്ന് പറയേണ്ടി വരും, അതുണ്ടാവുകയുമില്ല. വലസിമ, അപ്പോൾ കളവുണ്ടായാലും മുസ്തഹിലായപ്പോൾ വലസിമ, നിർബന്ധമായി അയ്യക്കൂന സിദ്ഖു, സിദ്ഖ് അവൽ എന്താവൽ വാജിബല്ലഹുമ, അമ്പിയാക്കളുടെ ഹക്കിലും അള്ളാഹുവിനും ഒക്കെ എന്തായി? സിദ്ഖ് വാജിബായ കാര്യമായി. വൻ അക്കലൻ, അപ്പോൾ അക്കലൻ എന്ന് പറഞ്ഞാൽ ആദ്യം ദലീലു, അക്കലൻ എന്ന് പറയാൻ അങ്ങോട്ട് ബന്ധം. വൻ അക്കലൻ, നക്കലിയായ തെളിവെന്താവും? നക്കലാണ് ഉദ്ധരണികൾ. ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്ക്. സദഖല്ലാഹു വറസൂലുഹു, സൂറത്തുൽ അഹ്സാബ് 22, അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞത് സത്യമായിരിക്കുന്നു. വസദഖൽ മുർസലൂൻ, യാസീൻ 82 അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾക്ക് സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് തെളിവുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മളിന്ന് ആകെ പറഞ്ഞത് അമ്പിയാക്കളുടെ ഹക്കിൽ അമ്പിയാക്കൾക്ക് ഉണ്ടാകാൻ നിർബന്ധമായ സിഫത്താണ് സിദ്ഖ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് കദിബ്. കദിബ് അവർ ഹക്കിൽ ഉണ്ടാവുകയും ഇല്ല. ഇനി നമുക്ക് പറയാനുള്ളത് അമാനത്ത്, വിശ്വസ്തത. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിന് പറയാം. ഇതിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കണം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ വസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.